ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് തലേ ദിവസം ബാക്കി വരുന്ന ചോറില്ലേ, അത് എങ്ങനെ നല്ല ഫ്രഷ് ചോറായിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പിറ്റേ ദിവസം ലഞ്ചിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്, എങ്ങനെയാണ് ചൂടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. നമുക്കിവിടെ ബാക്കി വരുന്ന ചോറ് നമ്മളിങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് പാകത്ത് വെക്കും അല്ലേ. ഈ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുന്ന ചോറ് നമ്മൾ പിറ്റേ ദിവസം കഴുകി വാരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചോറൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വാരണം. കഴുകി വാരിയതിന് ശേഷം നമ്മളൊരു അരിപ്പ് പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കഴുകിയ വാരിയ ചോറ് നമുക്ക് ഇങ്ങനത്തെ ഒരു അരിപ്പ് പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ അരിപ്പ് പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ചോറ് ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ കുക്കർ നിറച്ചുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിറച്ചുണ്ടെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് ഊരിയെടുക്കണം. ഈ സമയത്ത് ഇതിൽ വെയിറ്റ് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആവി വരാൻ തുടങ്ങും കേട്ടോ. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് ആവി വരാൻ വേണ്ടി തുടങ്ങും. നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കരുത്, നമ്മൾ വെള്ളം ഒഴിക്കാത്തതായതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പിടിക്കും. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ വെയിറ്റ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തുറന്നെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തുറന്നെടുത്തതിന് ശേഷം കണ്ടില്ലേ, നല്ല ആവി പറക്കുന്ന നല്ല ഫ്രഷ് ചോറാണ്. നമുക്ക് ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം. കണ്ടോ, നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ നല്ല വറവറാന്ന് കിടക്കുന്ന ചോറാണ്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല, ഒട്ടും കുഴപ്പമില്ല കേട്ടോ. നല്ല ഫ്രഷ് ചോറ്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ചോറ് പോലെ നല്ല ഫ്രഷ് ചോറാണ് കേട്ടോ. അപ്പം ഇങ്ങനെ തലേദിവസത്തെ ചോറ് ബാക്കി വരുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും